ഞാനൊരു വിവാഹം ക്ഷണിക്കാൻ വന്നതാ. വധുവിനെ താങ്കൾക്കറിയും, വേദിക ദാമോദർ. വരൻ മലേഷ്യയിലെ പ്രമുഖ ബിസിനസ് മാഗ്നറ്റും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടുമായ മോഹൻ കർത്തയുടെ മകൻ സഞ്ജയ് കർത്ത. തീയതിയും സ്ഥലമൊക്കെ വ്യക്തമായി അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി തേജാഭായിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നേർക്ക് നേരാകാം. എന്തിന് ഞങ്ങൾ തയ്യാർ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നിന്നെയൊക്കെ തെളിവ് സഹിതം പൊക്കാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ജോയിന്റ് ഫാമിലി. മോനെ റോഷ, നീ വിഷമിക്കണ്ട. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തെറ്റിദ്ധാരണകൾ മാറ്റാവുന്നതേ ഉള്ളൂ. നീ ആദ്യം വേദികയെ കണ്ട് ഒരു അവസരം ഉണ്ടാക്കി കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുക. നിനക്ക് മടിയാണെങ്കിൽ ഞങ്ങൾ പോയി സംസാരിക്കാം. എന്താ? വേണ്ട, ഇനി ഇതിൽ ആരും ഇടപെടണമെന്നില്ല. ഇന്നത്തോടുകൂടി ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. വക്കീലെ, എല്ലാവർക്കും കിട്ടാനുള്ള പൈസ എത്രയാണെന്ന് വെച്ചാ കൊടുത്തു വിട്ടേക്ക്. നീ എന്താടാ കരുതിയത്? നിന്റെ നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറഞ്ഞു തന്നോ? ഒരു കാര്യം റോഷൻ, കൂലിക്കൊരു നാടകം കളിക്കാനാണ് ഞങ്ങൾ വന്നതെങ്കിലും ബന്ധങ്ങളുടെ വില ഞങ്ങൾക്കും അറിയാം. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഒരുപാട് വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലെ സ്വന്തം എന്ന് പറയാൻ ഒരു കുടുംബം ഞങ്ങൾക്കും ഇത് ആദ്യ. ഒരു മാസത്തേക്കായിരുന്നെങ്കിലും നമ്മളൊരു കുടുംബമായിരുന്നില്ലടാ. നീ പറ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഭായ്, നാളെ വേദികയുടെ കല്യാണപ്പന്തലിൽ വെച്ച് ദാമോദർജി കൊന്നിട്ട് ആ കുറ്റം ഭായിയുടെ തലേ തള്ളാനാ കർത്തയുടെ പ്ലാൻ. ഇത് മലേഷ്യയിൽ നിന്ന് നമ്മുടെ ആൾക്കാർ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഭായ്. എന്താണ് ആലോചിക്കുന്നത്? നിനക്ക് പറ്റില്ല പറ, തീരുമാനം ഞങ്ങൾ എടുക്കാം. വേണ്ട, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇത് തുടങ്ങി വെച്ചത് ഞാനാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. താലി കെട്ടിയാൽ ഉടനെ ദാമോദർജിയുടെ നെഞ്ചിൽ ബുള്ളറ്റ് പറിക്കണം. ഓക്കെ? ഗുരുവല്ലേ? അതെ. അല്ല, ഞാൻ കല്യാണത്തിന് വന്നു. അതൊക്കെ പിന്നെ എന്നെ വിളിച്ച കല്യാണമാണ്. ഞാൻ വിളിച്ചിട്ട് പൊക്കോളാം. നല്ല കത്താം. പോലീസിനെ ആരെയും കണ്ടില്ല. അവരെ ഇൻഫോം ചെയ്തിട്ടില്ല. ഡോണ്ട് വറി ജി, ഇവിടെ പോലീസിന്റെ ഒന്നും ആവശ്യമില്ല. ധൈര്യമായിരിക്കൂ, ഞാൻ എല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. ഷുവർ. ഓക്കെ. ഹലോ, സ്വന്തം. താങ്ക് യു വെരി മച്ച്. സമയമായി, മോളെ വിളിക്കേ. പോവാല്ലേ? ഒരു മിനിറ്റ്.
മതിയായില്ല നിങ്ങൾക്ക്? പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ സ്വത്തോ എന്റെ സമ്പത്തോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ശ്രാങ്ക, ഇന്നലെ ദാമോദർജിയെ കൊല്ലാൻ ശ്രമിച്ചത് ഞാൻ. വി കമ്പനിയുടെ മുഴുവൻ ഉടമസ്ഥൻ ദാമോദർജി. ഭായ് ഒഴിപ്പിച്ച എല്ലാ സ്ഥാപനങ്ങളും ദാമോദർജിയുടേതാണ്. വി കമ്പനിയുടെ മുഴുവൻ പ്രോപ്പർട്ടീസും എനിക്ക് വേണം. അതൊരു വാശിയാണ്. അതിന് ദാമോദർജി മരിക്കണം. ഇപ്പൊ ഞാൻ കൈവശം വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിക്ക് മേൽ ദാമോദർജി കേസിന് പോയിരിക്കുക. കേസിൽ ദാമോദർജി ജയിക്കും. അത് പാടില്ല. സോ ഭായ് എന്നെ ഒന്ന് സഹായിക്കണം. ദാമോദർജിയെ കൊല്ലണം. സ്വത്തിനും സമ്പത്തിനും വേണ്ടിയായിരുന്നുവെങ്കിൽ തേജയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ നിൽക്കുന്ന ദാമോദർജിയെയും കർത്തയും ഉൾപ്പെടെ വിലയ്ക്ക് വാങ്ങിച്ചേനെ ഞാൻ. വിലയ്ക്ക് വാങ്ങിച്ചു. ഒരു വീട്, കുടുംബം, ബന്ധുക്കൾ എല്ലാം ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചു. നിനക്ക് വേണ്ടി. ഞാൻ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിന് വേണ്ടി. പക്ഷേ സ്വപ്നം കാണാൻ എനിക്ക് അർഹതയില്ല എന്ന് നീ മനസ്സിലാക്കി തന്നു. ഇനിയില്ല. റോഷൻ വർമ്മ ഇനിയില്ല. നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. I'm sorry. ഞാൻ പോകുന്നത് ഈ വീടും ഈ കുടുംബവും ഇന്നു മുതൽ എന്റെ സ്വന്തമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഇവിടെ ഉണ്ടാകണം എന്നും എല്ലാവരും. ഞാൻ ഇടയ്ക്ക് വരും. ഈ നിൽക്കുന്ന നിന്റെ കുടുംബമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങൾ ചേർന്നെടുത്ത തീരുമാനമാണ്. റോഷൻ വർമ്മ ഇനി ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷേ ആ മനസ്സ് ഞങ്ങൾക്കറിയാം. ഞാൻ റോഷനല്ല, തേജയാണ്. ഈ നിൽക്കുന്നത് എന്റെ കുടുംബമോ ബന്ധുക്കളോ ആയിരുന്നില്ല ഇന്നലെ വരെ. പ്ലീസ് വണ്ടി എടുക്കട. ഓക്കെ ബൈ. ഈ നഗരം ഇന്ന് വളരെ ശാന്തമാണ്. പക്ഷേ ആ ശാന്തിയും സമാധാനവും അധികകാലം നീണ്ടുനിന്നില്ല. തേജ വീണ്ടും അവതരിച്ചു. ഹലോ, തേജാബായി സ്പീക്കിംഗ്. പറയൂ, എത്ര പേരെ കൊല്ലണം? കൊന്നിരിക്കും. വണ്ടി നിർത്ത്.